നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി തീയലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. തീയലിന് ആദ്യം തന്നെ തേങ്ങ വറുത്തരയ്ക്കണം. എല്ലാ തീയലിനും തേങ്ങ വറുത്തരയ്ക്കണം. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു കൊഞ്ച് തീയലിനകത്തിൽ തേങ്ങ എങ്ങനെയാണ് വറുത്തരയ്ക്കുന്നതെന്നുള്ളതും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തിൽ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതൊന്ന് പോയി കണ്ടു നോക്കണേ. ഇവിടെ ഇപ്പോൾ അങ്ങനെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ നല്ലോണം ചൂടാക്കി എടുക്കുകയാണ്. ഇതിനകത്തിലേക്കാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കുന്നത്. തേങ്ങ നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് അതും ചെറിയ തീയിലിട്ട് കരിഞ്ഞു പോകാതെ നല്ലോണം മൂപ്പിച്ചെടുക്കാം. 1.5 കപ്പോളം തേങ്ങയ്ക്കാണ് ഞാൻ ഈ 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തരയ്ക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സിക്കകത്തിലിട്ട് ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ലേശം ഉലുവയിട്ട് അതിനുശേഷം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിത്തീയലും കൊഞ്ച് തീയലൊക്കെ ഉണ്ടാക്കുമ്പം ഇച്ചിരി തേങ്ങ കൊത്ത് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലിലായിരിക്കും നിൽക്കുന്നത്. തേങ്ങക്കൊത്ത് മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഉള്ളി, എത്ര ഉള്ളിയാണോ നിങ്ങൾക്ക് എടുക്കാൻ സൗകര്യം അത്രയും ഉള്ളിയും കൂടെ, അതായത് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല, 2ആയിട്ട് കഷ്ണിച്ചിട്ടാൽ മതി. ഉള്ളിക്കകത്തിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലോണം ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പ്, ലേശം പോലും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തേക്കുന്ന തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എത്ര ചാറ് വേണോ അത്രയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. തീയൽ വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നല്ലോണം കുറുകി വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും.
ഉള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. നാളെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടെ ഒക്കെ ഉള്ളിത്തീയലൊക്കെ ഒന്ന് വെച്ച് പഠിക്കട്ടെന്നേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.